ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി 24 മണിക്കൂറും കഠിനാധ്വാനം ചെയ്യുന്നത് ആരാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കൈ പതിയെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കിപ്പോൾ കയ്യിലൊരു മിടിപ്പ് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേ? അതെ, നമ്മുടെ ഹൃദയമാണ് 24 മണിക്കൂറും ഒരു വിശ്രമവും ഇല്ലാതെ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നിമിഷം നമ്മുടെ ഹൃദയം പണി നിർത്തിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റും. പണ്ട് ഏതോ ഒരു കോൺഫറൻസിന് പോയപ്പോൾ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതായത് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം തന്നെയാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന നമ്മുടെ ഹൃദയത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ ചെയ്യുന്നത് കൊഴുപ്പേറിയ ഭക്ഷണം കഴിക്കുക, റെഡ് മീറ്റ് കഴിക്കുക, മദ്യപാനം, പുകവലി, സ്ട്രെസ്സ്, എക്സസൈസ് ഇല്ലായ്മ, ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് കഷ്ടമാണല്ലേ നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിന് വേണ്ടി ചെയ്യണ്ടേ. ഇന്നിപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം പറയാൻ കാര്യം, ഇന്നാണ് വേൾഡ് ഹാർട്ട് ഡേ. അപ്പം ഇന്ന് ഇതിനെപ്പറ്റി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു 2-3 കുറച്ച് ഒന്ന് ചിന്തിച്ച് നോക്കാം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പണ്ടൊക്കെ ഈ ഹൃദയാഘാതം എന്ന് പറഞ്ഞ അസുഖം കണ്ടിരുന്നത് കുറച്ച് പ്രായം വരെ 60 വയസ്സ് കഴിഞ്ഞവരിലായിരുന്നു കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ വാർത്തകളിലൊക്കെ വായിക്കാറുണ്ട്, ചെറിയ കുട്ടികൾ വരെ അറ്റാക്ക് വരുന്നു എന്നുള്ള രീതിയിലുള്ള ന്യൂസസ് നിരന്തരം നമ്മൾ വായിക്കാറുണ്ട്. അതായത് പോസ്റ്റ്മോർട്ടം കേസസ് നോക്കുമ്പോഴും മെജോറിറ്റി കേസസും ഈ കൊറോണറി ആർട്ടറി ഒക്ലൂഷനാണ്, അതായത് ഹാർട്ട് അറ്റാക്കാണ് നമുക്ക് കാണാൻ പറ്റുക. സോ ഇന്ന് കാലമാകെ മാറി. നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങൾ കാരണം ഈ നേരത്തെ തന്നെ നമ്മുടെ ഹൃദയം പണി മുടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അപ്പം ഇന്ന് ഈ വേൾഡ് ഹാർട്ട് ഡേയിൽ നമുക്ക് ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇപ്പോൾ 2 കാര്യങ്ങളാണ്, ഒന്ന് ഇൻപുട്ട്, ഒന്ന് എഫേർട്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതായത് റെഡ് മീറ്റ് ഒന്നും ഒരുപാട് കഴിക്കാതെ ഇരിക്കുക. പിന്നെ കൊഴുപ്പേറിയ ഭക്ഷണം, ഇപ്പോൾ ചോറ് തന്നെയായാലും നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഒത്തിരി കഴിച്ചാൽ അവസാനം അത് ഫാറ്റായിട്ടാണ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ആവുന്നത്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ട കലോറിയിലുള്ള ഫുഡ് മാത്രം കഴിക്കുക. ഇപ്പം പല രീതിയിലുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് പല രീതിയിലുള്ള ഭക്ഷണമായിരിക്കും വേണ്ടത്. ഒരിടത്ത് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾക്ക് കുറച്ച് കലോറീസ് മതി. അതേസമയം ഇഷ്ടംപോലെ കഠിനാധ്വാനം ആവശ്യമുള്ള പണികൾ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി കലോറീസിൻ്റെ ആവശ്യമുണ്ടാവും. അപ്പം അതനുസരിച്ച് നമ്മുടെ ജോലിക്കനുസരിച്ച് നമ്മൾ ഭക്ഷണം അതനുസരിച്ച് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ് ഡെയിലി ഒരു 60 മിനിറ്റ്സ് എങ്കിലും എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള എക്സസൈസസ് ചെയ്യുക. പിന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. പിന്നെ BP, ഷുഗർ അങ്ങനെയുള്ള ഡിസീസസ് എല്ലാം മോണിറ്റർ ചെയ്ത് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ഹൃദയത്തോട് നീതി പുലർത്താൻ സാധിക്കും. അപ്പോൾ എല്ലാവരും അവരവരുടെ ഹൃദയത്തെ സൂക്ഷിക്കുക. ഓക്കെ.